ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഏതു പാഠം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു അല്ലേ? എല്ലാവരും ശ്രീനാരായണ ഗുരുവിന്റെ കഥകളൊക്കെ വായിച്ച, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു അല്ലേ? മാം യൂട്യൂബ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ മഹത് വചനങ്ങളൊക്കെ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്നു അല്ലേ? അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായ അനുഭവമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൻ വളരെ കുസൃതിയായിരുന്നു, ചുറുചുറുക്കുള്ള കുട്ടിയും കൂടിയായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ അവന്റെ മനോഗതി അങ്ങനെയായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജാതിയുടെ പേരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്? എല്ലാവരും ഒരു ജാതിയല്ലേ എന്നൊക്കെയാണ് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അവന്റെ വീട്ടിലൊരു മരണം സംഭവിക്കുന്നത്. ആ മരിച്ച ആളെ പറ്റി, അദ്ദേഹത്തിന്റെ നന്മകളെ പറ്റി വീട്ടിലുള്ളവരും ബന്ധുക്കളും ഒക്കെ കരയുകയായിരുന്നു. എന്താണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നവന് മനസ്സിലായില്ല. അത്രയും വരെയായിരുന്നു നമ്മൾ എടുത്തു നിർത്തിയത്. തുടർന്ന് നമുക്ക് എടുക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കും, എടുത്താം. പേജ് നമ്പർ 46. അപ്പോൾ മാം എടുത്ത ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ആദ്യ ഭാഗം തൊട്ടിട്ട് വായിക്കാം കേട്ടോ. ആ ഇടയ്ക്കാണ് നാണുവിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. എന്താണ് ഉണ്ടായതെന്ന് അവന് ഒട്ടും മനസ്സിലായില്ല. വീട്ടിലാകെ വലിയ കോലാഹലം, വളരെ ഒച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. വീട്ടുകാർ മാത്രമല്ല, വന്നു കയറുന്ന ബന്ധുജനങ്ങളും നിലവിളിക്കുന്നു. മരിച്ചുപോയ ആളിന്റെ നന്മകൾ വിളിച്ചു പറയുന്ന കണ്ണാക്കിന്റെ ബഹളം. ചിന്താശീലനായ നമ്മുടെ കുട്ടിക്ക് മാത്രം എന്തിനാണ് ഈ കരച്ചിലെന്ന് മനസ്സിലായില്ല. എന്തിനാണ് എല്ലാവരും മരിച്ച ആളെ പറ്റി ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നത്? എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അവനൊട്ടും കരഞ്ഞതുമില്ല. അവൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവനെല്ലാം നോക്കിക്കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നു. ഓരോരുത്തർ വരുന്നു, കരയുന്നു, മരിച്ച ആളിനെ പറ്റിയിട്ട് പറയുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുകയായിരുന്നു. അത് മാത്രമല്ല, തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും വീട്ടിലുള്ളവർ പെരുമാറുന്ന രീതി അവൻ സശ്രദ്ധം നോക്കിയിരുന്നു. അന്നത്തെ ദിവസം മാത്രമല്ല, തുടർന്ന ദിവസങ്ങളിൽ ആ വീട്ടിലുണ്ടാകുന്ന ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളും അവൻ ശ്രദ്ധിച്ചിരുന്നു. മരിച്ച ആളിന്റെ കാര്യം വീട്ടിലുള്ള ബന്ധുക്കൾ ഏതാണ്ട് മറന്നു തുടങ്ങി. തുടർന്ന ദിവസങ്ങളിലെ മരിച്ച ആളെ പറ്റി കുറേശ്ശെ മറന്നു തുടങ്ങി. അവർ കരച്ചിലും വിളിയുമൊക്കെ നിർത്തി ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. അപ്പോൾ മരിച്ച ആളെ പറ്റിയുള്ള കരച്ചിലൊക്കെ മാറി അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടു തുടങ്ങി. തുടർന്ന് ചിരിയും കളിയുമായി. നമ്മുടെ ബാലനെ അത് ഒട്ടും തന്നെ രസിച്ചില്ല. അപ്പൊ ഇത്രയും കരച്ചിലൊക്കെ കഴിഞ്ഞു, അപ്പൊ എല്ലാവരും കളിയും ചിരിയൊക്കെയായി. അത് നമ്മുടെ ബാലനെ അത്ര ഇഷ്ടമായില്ല. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. നേരം വളരെ വൈകി. ബന്ധുക്കളും വീട്ടുകാരും കുട്ടിയെ തേടിയിറങ്ങി. ഒടുവിൽ വീടിന് സമീപമുള്ള ഒരു കാട്ടിൽ നിന്നും അവർ അവനെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. എന്താണ്ടായത്? അവൻ വീട്ടിൽ നിന്നും പോയി. ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു. നേരെ ഇരുട്ടായി തുടങ്ങി. കുട്ടി എവിടെ എന്നെല്ലാവരും അന്വേഷിച്ചു. അവനെ ആളൊഴിഞ്ഞൊരു കാട്ടിൽ നിന്ന്, അവരെ വീടിന്റെ അടുത്തുള്ള കാട്ടിൽ നിന്ന് അവനെ കാണുന്നു. അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നോ? അപ്പൊ എന്താ നീ പോയി ആരോടും മിണ്ടാതെ പോകുക? നീ എന്താ പോയി? എന്താ കാരണം? ഒരു മരണം സംഭവിച്ചൊരു വീടായിരുന്നു. നീ അതുപോലും നോക്കാണ്ട് നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ ബന്ധുക്കള് ഇവനോട് ചോദിച്ചു. അതിനവന് വ്യക്തമായൊരു ഉത്തരവുമുണ്ട്. എന്താണെന്നോ? 2 ദിവസം മുമ്പ് ഇവിടെ ഒരു മരണം ഉണ്ടായപ്പോൾ നിങ്ങളെല്ലാം കരയുന്നത് കണ്ടു. ഇപ്പോൾ കളിയും ചിരിയുമായി. എനിക്കത് സഹിച്ചില്ല. അവൻ കാരണം വ്യക്തമാക്കി. ഇപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ മരിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. മരിച്ച ആളിന്റെ കാര്യങ്ങൾ എണ്ണിപ്പറക്കി കരയായിരുന്നു. ഇപ്പോഴാണെങ്കിലോ നിങ്ങളതെല്ലാം മറന്ന് കളിയും ചിരിയുമായി. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എനിക്കത് ഇഷ്ടമായില്ല. നിങ്ങളുടെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതാണ് ആളൊഴിഞ്ഞ കാട്ടിൽ കയറി ഇരുന്നത്. വെറുതെ പോയതല്ല. ഞങ്ങളുടെ ഈ പെരുമാറ്റങ്ങൾ എനിക്ക് ഇഷ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. നാണു തികച്ചും അസാധാരണമായ വിധത്തിൽ പെരുമാറിയിരുന്നു. നാരായണൻ എന്ന പേര് ലോപിച്ചാണ് നാണു ആയത്. അപ്പൊ നാരായണൻ എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ
നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അത് ലോപിച്ചാണ്, ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത്. നാണു എന്ന് അവനെ വിളിച്ചിരുന്നത്. ഈ നാണുവാണ് പിന്നീട് ഏവർക്കും ആദരണീയനായ ശ്രീനാരായണ ഗുരു ആയിത്തീർന്നത്. ഈ നാണുവാണ് പിന്നീട് എല്ലാവരും ആദരിക്കുന്ന മഹത് വ്യക്തിയായിട്ട് മാറിയത്. അപ്പൊ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.